മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ 10,008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ഗജപൂജയിലും ആനയൂട്ടിലും 12 ഗജവീരന്മാർ അണിനിരന്നു. മള്ളിയൂർ വിനായക ചതുർത്ഥി മഹോത്സവം ഞായറാഴ്ച ആറാട്ടോടെ സമാപിക്കും. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഇത്തവണ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ. ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ മഹാഗണപതി സങ്കല്പമുള്ള മള്ളിയൂർ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് എല്ലാ വർഷവും പോലെ ഇത്തവണയും വൻ ഭക്തജന സഞ്ചയം ഒഴുകിയെത്തി. വിനായക ചതുർത്ഥി ദിനത്തിൽ മഴ ഒഴിവാകുന്നത് അപൂർവമാണെങ്കിൽ ഇത്തവണ രാവിലെ മുതൽ മാനം തെളിഞ്ഞു നിന്നു. ഇതും ഭക്തജനത്തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനത്തെ തുടർന്ന് വിഘ്നേശ്വര പ്രീതിക്കായുള്ള 10,008 നാളികേരം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തുടക്കമായി. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഹോമം. 8 മണിക്ക് വിശേഷാൽ നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. മഹാഗണപതി ഹോമം സമാപിച്ചതിനെ തുടർന്ന് മഹാഗണപതി ഹോമം ദർശനം നടന്നു. വിനായക ചതുർത്ഥി ദിനത്തിലെ പ്രത്യേക ചടങ്ങുകളായ ഗജപൂജ, ആനയൂട്ട് എന്നിവ ഉച്ചയ്ക്ക് നടന്നു. തന്ത്രി മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരി ഗജപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ഇന്ദ്രസൻ, തിരുവാണിക്കാവ് രാജഗോപാലൻ, കിരൺ നാരായണൻകുട്ടി, പാമ്പാടി സുന്ദരൻ, കാഞ്ഞിരക്കാട്ട് ശേഖരൻ, മുണ്ടക്കൽ ശിവനന്ദൻ തുടങ്ങി 13 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കാളികളായി. തന്ത്രി മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരി, മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ഗജവീരന്മാർക്ക് ചോറുരുളകളും ശർക്കരയും കരിമ്പും പഴവും നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ആനയൂട്ട് ചടങ്ങുകൾ. പന്തൽ നിറഞ്ഞു കവിഞ്ഞ പുരുഷാരം ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ആനയൂട്ടിനെ തുടർന്ന് വലിയ ശ്രീബലി എഴുന്നള്ളത്ത് നടന്നു. 8ാം ഉത്സവ ദിനമായ ഞായറാഴ്ച ആറാട്ടോടെ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് സമാപനമാകും. സ്റ്റാർ വിഷൻ ന്യൂസ്, കടുത്തുരുത്തി.